ഞാൻ ഇന്നൊരിടം വരെ പോയിട്ട് വരുന്ന വഴിയിൽ റോഡരികിൽ ഒരു നായക്കുട്ടി നിൽക്കുന്നുണ്ട്. എന്നെ കണ്ട ഉടനെ ആളെന്നെ ചുറ്റിപ്പറ്റി നിൽക്കാനും അടുക്കാനും ദേഹത്ത് ഏറാനും ഒക്കെ തുടങ്ങി. അപ്പൊ തന്നെ എനിക്ക് കാര്യം മനസ്സിലായി, ഇതാരോ വളർത്തി ഉപേക്ഷിച്ചൊരു പട്ടിക്കുട്ടനാണെന്ന്. കാരണം മനുഷ്യന്മാരോടുള്ള പേടിയില്ലാത്ത സമീപനവും ചുറ്റിക്കളിയും ആ ചാട്ടമൊക്കെ അതൊന്നും ഈ വീഡിയോയിൽ ചിത്രീകരിക്കാൻ പറ്റിയില്ല. പക്ഷെ ഒരിക്കലും ഇത് അവന് 4 ബിസ്ക്കറ്റ് വാങ്ങിക്കൊടുത്തിട്ട് റീച്ചിന് വേണ്ടിയിട്ടുണ്ടാക്കിയ ഒരു കണ്ടന്റ് അല്ല, ഇതൊരു മെസ്സേജ് ആണ്. നമ്മൾ ഈ വീട്ടിൽ വളർത്തി ഉപേക്ഷിക്കുന്ന നായ എന്നൊക്കെ പറയുമ്പോൾ അവർ വീടിന്റെ ചുറ്റുപാടിൽ മാത്രം കിടന്ന് വളർന്നിട്ടുള്ളവരായിരിക്കും. അവർക്ക് ഈ തെരുവെന്താണെന്നോ തെരുവിലെ മറ്റു പട്ടികളുടെ സ്വഭാവം എന്താണെന്നോ എങ്ങനെ ഇവിടെ ജീവിക്കുമെന്നോ അറിയത്തില്ല. ഭക്ഷണം കണ്ടെത്താനും അവിടെ സർവൈവ് ചെയ്യാനും അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് ഈ മഴക്കാലത്തൊക്കെ ജനനം മുതൽ തെരുവിൽ കിടന്ന പട്ടിയെ പോലെ അല്ലല്ലോ ഒരിക്കലും പെട്ടെന്ന് ഉപേക്ഷിക്കപ്പെടുന്നത്. ചിലപ്പോൾ വീട്ടിൽ വളർത്തിയ ഒരു നായ യജമാന്റെ കണ്ണു തെറ്റി ഒന്ന് പെറ്റുകൂട്ടിയപ്പോ അതിന്റെ കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ചതിൽ ഒരാളും ആവൻ. അങ്ങനെയാണെങ്കിൽ അവൻ അവന്റെ അമ്മയെക്കുറിച്ചും കൂട്ടുകാരെ കുറിച്ചും ഒക്കെ ഓർക്കുന്നുണ്ടായിരിക്കും. ഒന്ന് കണ്ടെങ്കിലെന്ന് സങ്കടത്തോടെ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും. നമ്മൾ ഒരിക്കലും ഒരു നായയെ വളർത്തി ഉപേക്ഷിക്കരുത്. ഞാനിവിടെ കണ്ട ഈ പട്ടിക്കുട്ടൻ ഒരിക്കലും എന്നെ മുമ്പേ കണ്ടിട്ടുണ്ടായിരുന്നിട്ടല്ല. പക്ഷേ അവൻ അവിടെ തേടിയത് അവന്റെ യജമാനനെയാണ്. അവൻ വളർന്നു വന്ന അന്തരീക്ഷത്തെയാണ്, നഷ്ടപ്പെട്ടു പോയ അവന്റെ സ്നേഹത്തെയാണ്. മനുഷ്യരെ പോലെ അല്ല അവർ ഓർമ്മകൾ ജീവിക്കാൻ ശ്രമിക്കാറുണ്ട്. ഒന്നെങ്കിൽ വളർത്താതിരിക്കുക, അല്ലെങ്കിൽ വളർത്തിയാൽ ഉപേക്ഷിക്കാതെ ഇരിക്കുക. ഉപേക്ഷിക്കുന്നവരെ പോലെ അല്ല ഉപേക്ഷിക്കപ്പെടുന്നവൻ. ഇത്തിരി പ്രയാസമാണ്. ഇത് നായയുടെ മാത്രം കാര്യമല്ല കേട്ടോ, ചില മനുഷ്യരും ഇങ്ങനെയാണ്.